ഹായ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വൻപയറാണ്. കറുത്ത കളറുള്ള വൻപയറാണ്. ഇപ്പോൾ ഇന്നലെ കുതിർത്ത് വെച്ചതാണ്. നമുക്ക് കുക്കറിൽ പയറിട്ട് കൊടുക്കാം. ആദ്യമായിട്ട് കുക്കറിൽ പയറിട്ടിട്ട് വേവിക്കാം. ആദ്യമായി ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് ചൂടാകുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളി ഇട്ട് കുറച്ച് സമയം വഴറ്റുക. ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റുക. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുക്കുക. വലിയ ഉള്ളി ഇട്ട് കൊടുക്കുക. നന്നായി വഴറ്റുക. ഉപ്പിട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുക്കാം. അടച്ച് വെച്ച് കുറച്ച് സമയം വേവിക്കാം. പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി. ആദ്യമായി നമുക്ക് ഉള്ളി വഴറ്റാം. ചെറിയ ഉള്ളി, ഒരു 4 ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. 1.5 കഷ്ണം വലിയ നീരുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ചെറുമാതിരി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിവേപ്പിലയും തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. കുറച്ച് ജീരകം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. തേങ്ങ പകുതി അരഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മസാലക്കൂട്ട്, നമ്മൾ വറുത്ത് ചൂടാക്കി വെച്ച മസാലക്കൂട്ടുണ്ടല്ലോ, അതൊക്കെ ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഒക്കെ ഇതിലേക്ക് ഇടാം. ചൂടാക്കി വെച്ച മസാലപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പയർ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. പയർ വേവിച്ചിട്ട് ഉള്ളി ഫ്രൈ ആക്കിയതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പയർ ഉള്ളി വഴറ്റിയ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സാക്കിയ ശേഷം നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന, അപ്പോൾ നമ്മുടെ തേങ്ങ നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. പയർ ഉള്ളി വഴറ്റിയതിൽ നല്ല മിക്സായിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ കുറവാണെങ്കിൽ ഉപ്പ് കുറച്ചുകൂടി എത്രയാണ് വേണ്ടത് അത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളക്കുമ്പോൾ ഇപ്പോൾ നമ്മളെ വെന്ത പയറും ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ മിക്സാക്കിയ കൂട്ടിനോട് നന്നായിട്ട് യോജിച്ച് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ സമയം അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഈ കൂട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മസാലയുടെ കൂട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല രുചിയായിരിക്കും. ഇപ്പം തന്നെ നല്ലൊരു മണം വന്നു. പയറുകറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മതി. നല്ല ടേസ്റ്റ് ആയിരിക്കും. ശരിക്കും പറഞ്ഞാലും നമ്മുടെ ചിക്കൻ കറി വരെ തോറ്റു പോകും, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. നമ്മുടെ വൻപയർ കറി ഇവിടെ കുളിച്ച് കിട്ടപ്പനായി സുന്ദരനായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ദോശയുടെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെ ഉപയോഗിക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കണേ. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി ഉടനെ വരാം.